ഹലോ. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്ക് ഒരുപാട് പേടികൾ മനസ്സിലുണ്ട്. അതിൽപ്പെട്ടൊരു പേടിയാണ് ആദ്യത്തെ എംപ്ലോയീനെ ഹയർ ചെയ്യാൻ പോകുമ്പോൾ ഒരു പേടി. അത് നിലവിലിപ്പോൾ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിലും പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിലും നമുക്കൊരാളെ കൂടി ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യണം, ഒരു എംപ്ലോയീനെ ഹയർ ചെയ്യണം. ഇങ്ങനത്തെ ഒരു പോയിന്റ് വരാൻ നേരത്ത് പലർക്കും പേടി മനസ്സിൽ തോന്നാറുണ്ട്. ഈ പേടിയുടെ കാരണം എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാരണം, ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും. ചിലപ്പോൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോഴായിരിക്കും ഈ പേടി വരിക. ബിസിനസ് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ പേടി. രണ്ടാമത് വരുന്നൊരു പേടിയാണ്, ഇവർ വന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ പോലെ തന്നെ ആവും. ഇനി ഇവർ വന്ന് ഇതാകെ കൊളാക്കി വീണ്ടും ഞാനത് ഫിക്സ് ചെയ്യേണ്ട, വേണ്ട ഞാൻ തന്നെ സ്വന്തം ചെയ്യാം എന്നൊരു ഫീല് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഈ ഒരു പേടി നമ്മളെ ആദ്യത്തെ എംപ്ലോയീനെ ഹയർ ചെയ്യണമെന്ന് നമ്മളെ തടയും. പിന്നെ വരുന്നൊരു പേടിയാണ്, നമുക്കിപ്പോൾ നമ്മളുടെ ആ സ്മോൾ ബിസിനസ്സിൽ നിന്ന് ചെറിയൊരു വരുമാനം വരുന്നുണ്ട്. ഇനി ഒരാളെ കൂടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ, അപ്പോൾ നമ്മളുടെ വരുമാനം കുറഞ്ഞു പോയുള്ളൂ. അപ്പോൾ ഇതും ഒരു പേടിയായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വലിയ അപകടമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആ ബിസിനസ്സിനെ വളർത്താനായിട്ട് സാധിക്കില്ല. എംപ്ലോയീനെ ഹയർ ചെയ്യാൻ നേരത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകളെല്ലാം തന്നെ നമ്മൾ ഈ എംപ്ലോയീനെ ഏൽപ്പിക്കുകയാണ്, ഈ ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കുകയാണ്. ഈ സ്റ്റാഫിനെ ഏൽപ്പിക്കാൻ നേരത്ത് നമ്മളുടെ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭീമമായിട്ടുള്ള ഭാഗം നിങ്ങൾ ബിസിനസ്സിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളെല്ലാം ചെയ്യാൻ നേരത്ത് ആ ബിസിനസ് വളർത്തിക്കൊണ്ട് വരാനോ കൂടുതലായിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം ഏൺ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ എന്താണോ നമ്മളുടെ ഇപ്പോൾ ഒരു ഇൻകം, അതിൽ തന്നെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഇവിടുത്തെ പ്രശ്നം, എംപ്ലോയി അല്ല. അപ്പോൾ പുതിയൊരു സ്റ്റാഫിനെ എടുക്കാൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയൊരു സ്റ്റാഫ് ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് നമ്മളുടെ ടൈം അവിടെ ഫ്രീ ആവേണം. തുടക്ക സമയത്ത് അവരൊന്ന് ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളുടെ ടൈം നല്ല രീതിയിൽ അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഫ്രീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. കൂടുതൽ റവന്യൂ, കൂടുതൽ വരുമാനം നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് ഇത് എത്തിക്കാം, എങ്ങനെ എൻ്റെ ഡെയിലി ഓർഡേഴ്സിൻ്റെ എണ്ണം കൂട്ടാം, പുതിയ മാർക്കറ്റിംഗ് രീതികൾ എന്തൊക്കെ എനിക്ക് പരീക്ഷിക്കാം, വരുന്ന കസ്റ്റമറെ കൊണ്ട് കൂടുതലായിട്ട് എങ്ങനെ എടുപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 50 കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് 50 ലീഡ്സ് എന്തും ആയിക്കോട്ടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു 10-15 പേരൊക്കെയാണ് വാങ്ങണുള്ളൂ. അതെങ്ങനെ 20-ഉം 25-ഉം ആക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം, പ്ലാൻ ചെയ്യണം. പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റേതായിട്ടുള്ള ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഈ ടൈം കിട്ടാതെ നിങ്ങൾ തന്നെ ബിസിനസ്സിൻ്റെ അകത്ത് കിടന്ന് ഓടിക്കളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ പെർഫെക്ഷൻ കിട്ടും. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, പ്രോഗ്രസ് ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിരിക്കും, നിങ്ങൾ തന്നെ എല്ലാം ചെയ്യാൻ നേരത്ത് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ബിസിനസ് ഓണറാണല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത്, നിങ്ങളുടെ ബിസിനസ്സാണത്, ശ്രദ്ധ കൊടുത്തിട്ടാണ് ചെയ്യുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും എല്ലാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ആർട്ടിഫിഷ്യൽ സീലിംഗ് ഉണ്ട്, അതിങ്ങനെ ആ തട്ടയിലിടിച്ച് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് പറ്റില്ല. ഒരു ഇൻകം, ഒരു റേഞ്ചിലുള്ളൊരു ഇൻകം കിട്ടും. ആ ഇൻകത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടീം നിർബന്ധമാണ്. ടീം എന്ന് പറയാൻ നേരത്തെ തുടക്കം തന്നെ ഒരുപാട് എണ്ണം ആളുകൾ എടുക്കേണ്ടതില്ല. നിങ്ങൾ പതിയെയാണ് ടീം ബിൽഡ് ചെയ്ത് വരേണ്ടത്. ഈ ടീം ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ആവാൻ നേരത്ത് നമ്മളുടെ മനസ്സിൽ ബിസിനസ് വളരാനുള്ള എന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ അത് മാത്രമല്ല, ഒരു നല്ലൊരു ബിസിനസ് ആവണമെങ്കിൽ അത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ആവരുത്, സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ് ആയിരിക്കണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മുഴുവനും അതാ പറഞ്ഞത്, സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടീം നിർബന്ധമാണ്. നിങ്ങൾക്കൊന്ന് മാറി നിൽക്കേണ്ട വന്നാലോ, എന്തെങ്കിലും ആവശ്യം കൊണ്ട് നിങ്ങൾക്ക് ആ ബിസിനസ്സിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് സംഭവിക്കുക, രോഗം വരാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം ലൈഫിൽ. അപ്പോൾ ഈ ടൈമിലെല്ലാം ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടീം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ആദ്യത്തെ എംപ്ലോയീനെ ഹയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഇൻകം കുറഞ്ഞു പോകുമോ, അവർ വന്നത് കൊളാക്കോ, ബിസിനസ് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും, ഇത്തരത്തിലുള്ള പേടികളൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന പേടികളാണ്.
ഈ പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പേടി മാറ്റുക. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ എംപ്ലോയിനെ ഹയർ ചെയ്യുക, ടൈം എന്നിട്ട് ഫ്രീ ആക്കുക. ഫ്രീ ആക്കിയതിന് ശേഷം എങ്ങനെ ബിസിനസ് ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടിയിട്ട് അവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ആ ബിസിനസ് വളർത്താം, എങ്ങനെ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം, എങ്ങനെ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ, കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കാം, അത് എക്സ്പെൻസ് കുറയ്ക്കണം, എന്തൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും നമുക്ക് സമയം വേണം. ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യുക, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ആഴത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു വരും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പേടി മാറ്റാൻ ആദ്യത്തെ എംപ്ലോയിനെ ഹയർ ചെയ്യാനുള്ള പേടി മാറ്റിയിട്ട് നിങ്ങളുടെ ടീമിലേക്ക് ആദ്യത്തെ മെമ്പറെ ഹയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.